ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ മൂടി
മറച്ചില്ലേ കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ എണ്ണിയൻ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഹല്ലേലൂയ ഓശന്ന 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 ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഒരു നിമിഷം ദേവസ്ഥ എഴുന്നേറ്റിരുന്നേ ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന
ഹോശന്നാ ഹല്ലേലൂയ 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 ഹോശന്നാ ശബ്ദത്തെ ഉയർത്തി ഹല്ലേലൂയ ഹോശന്നാ 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 ഒരിക്കൽ കൂടെ ശബ്ദത്തെ ഹോശന്നാ ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശന്നാ ഹല്ലേലൂയ നിങ്ങൾ മാത്രം ശബ്ദത്തെ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശന്നാ 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 കരങ്ങളടിച്ച് കർത്താവിന് മൊത്തം കൊടുത്ത കരങ്ങളടിച്ച് ദൈവസന്നിധിയിൽ ഒരു കണ്ണുകളൊക്കെ നടച്ച് കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവ് നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു നിമിഷം നന്ദി പറഞ്ഞാട്ടെ. നിങ്ങളായിരുന്ന മേഖലകളിൽ നിങ്ങളുടെ വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിലെല്ലാം വന്ന എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ.
ലോകത്തിലായിരുന്ന ഒരു മനുഷ്യൻ യേശു കർത്താവിനെ കുറിച്ച് കേട്ട് യേശു കർത്താവിന്റെ സന്നിധിയിൽ ലോകത്തെ വെറുത്ത് സ്നാനമെടുത്ത്, മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ഭക്തനായി ജീവിക്കുന്ന ഒരു ദൈവ മനുഷ്യന്റെ ആഗ്രഹവും പ്രത്യാശയുമാണ് നിത്യത. ഈ ലോകത്ത് എന്താ മനുഷ്യൻ നേടിയാലും, ഈ ലോകത്ത് എന്ത് ആ മനുഷ്യൻ നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ആ മനുഷ്യന്റെ ഒരേ ഒരാഗ്രഹം നിത്യതയായിരിക്കണം. ഈ ലോകവാസം തീർന്ന് പറന്നു പോകുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ ഏറെ കൊതിക്കുന്ന ഒരാളായിരിക്കണം ഒരു ഭക്തൻ, ദൈവഭക്തൻ. തന്റെ മാറോട് ചാരിക്കടന്ന യോഹന്നാൻ കർത്താവിന്റെ ഹൃദയ രഹസ്യങ്ങളെ ആരാഞ്ഞതുപോലെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു ഭക്തന് കർത്താവിന്റെ ഹൃദയ രഹസ്യങ്ങളെ ആരായുവാൻ കഴിയും. ഇന്നു പകലിൽ കർത്താവിന്റെ ഹൃദയ രഹസ്യങ്ങളെ പകരുവാൻ കണക്കിനുള്ള ഹൃദയങ്ങളെ കർത്താവ് തേടുന്നുണ്ട്. കർത്താവിനോട് പറയാമോ? അങ്ങനെ പറയാൻ കഴിവുള്ളവർ, കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനായതും ആകുന്നതും എല്ലാം കർത്താവിന്റെ നാമത്തിനായിരിക്കുവാൻ ഞാൻ കഴിയുമോ? നിങ്ങൾ കർത്താവിൻ്റെതാണെന്ന് ലോകത്തിന്റെ മുമ്പേ, നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പേ കാണിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങളെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ ലോകത്തായിരിക്കുമ്പോൾ കഷ്ടമുണ്ട്, എന്നാൽ കർത്താവ് പറയുന്നു, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകം ഒരു ശാശ്വതമല്ല. ഇന്ന് കാണും നാളെ വാടുന്ന പൂക്കളെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഞാനും നിങ്ങളും അങ്ങനെയാണ്. എന്നാൽ ഒരിക്കലും വാടാത്തതും ഒരിക്കലും നശിക്കാത്തതുമായ നിത്യതയ്ക്കായി ആരൊക്കെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പറന്നുയരുവാൻ
ആരൊക്കെ വിശുദ്ധിയിലും വേർപാടും കാത്തു സൂക്ഷിച്ച് മണവാളനാകുന്ന കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാനും നിങ്ങളൊന്ന് പകലിൽ റെഡിയാണോ? അങ്ങനെ റെഡിയാകുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് വരുന്ന നാളിൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാനും കർത്താവിൻ്റെ മാർവിൽ ചാരുവാനും കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലിൽ ആരാധന കൊടുക്കാം. അവൻ വരുന്നാളിൽ എൻ്റെ കാരം പേടിച്ചു തൻ്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്നാളിൽ എൻ്റെ കാരം പേടിച്ചു തൻ്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്നാളിൽ എൻ്റെ കാരം പിടിച്ചു തൻ്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്നാളിൽ എൻ്റെ കാരം പിടിച്ചു തൻ്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ. കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നൂടെ വരവിനായി. കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നൂടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ.
പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതം കൃപകളോടെ. ഇന്നലെയും എന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും എന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുമേ എന്നുരച്ച കൽപ്പനയതാ.
ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയടാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ. യേശുവെന്ന നാമ റിമാനാശം ധാരാ ചുടമന വൈഡം ചാരം രഗതം. റിബോരോ തോരോ ചൂടാരം ചാരം രഗതം വൈഡം ചാരം. വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഓ എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും എന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും എന്നുമെന്നും നാം പാടി. യേശുവെന്ന നാമമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ നാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. റിബാരാശം ധാരാ ചൂടാരാധ റിക്കോരോ റിബാരാധ റിമന ബലബല ചുടമന വൈഡം ചാരം രഗതം 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 രഗതം. റിയാന്തോ സെറ്റേരി വൈഡം ചാരം രഗതാരബല ചുടമാരഗതാരമന ശംധാരഗതാരമന ചുടമന വൈഡം ചാരം രഗതം. റിയാന്തോരോലോ ചൂടാരം ചാരം രഗതാരി ബരബരബര ചുടമന വൈഡം ചാരം രഗതം. റിമോനോരോക്കോ ചൂടാരാധ റിബോരോത്തോ റിയാന്തോരോലോ വൈഡാരാ റിമന ബലബല ചുടമന വൈഡം ചാരം രഗതം രഗതം രഗതം. റിമാന ശെച്ചേരി വൈഡം ചാരം രഗതം രഗതം രഗതം.
Rimana Shudaram Saram Ragadam Ragadam Rimarabala Shudara Thara Dhirala Thurulo Robo Seteri Rikara Thurala Vaidara Thara Shudara Thari Boroto Vaidam Charam Ragadam Ragadam Shamdara Shudamana Vaidamana Tagara Tagarala Balam Shamdara Riboroto Seteri Vaidam Charam Ragadam Ragadam Timene Ragade Riyantorolo Shudamana Vaidam Charam Ragadam 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 Rimana Shamdara Shudara Tarala Rivoro Toro Rimana Mana Shudamana Vaidam Charam Ragadam 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 Ragadara Bana Shamdara Dhirala Durala Shudamana Vaidam Charam Ragadam 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 Rimana Bara Bara Bala Shudamara Gadara Bala Shamdara Rikarata Rimoro Rotoro Loriantara Lamana Shudara Thara Rikorolo Boro Vaidabara Shudamana Vaidam Charam Ragadam Rimana la Dhuramala Rikaratarala Vaidarashasi Rimana Bala Bala Shudamana Vaidam Chara Bala Shamduralama Rikaratarala Shudamana Dhiramala Vaidarashasi Rimana Bala Rigal Karalama Riantoro Loboro Lasateli Ribara Dhuramana Vaidarashasi Rimana Bara Bara Bala Shudamana Vaidam Charam Ragadalama Riboro Torolomo Vaidam Chara Bala Shudamana Ragal Karalama Riboro Torolobo Shudamana Rianteria Lasateli Riboro Torolobo Riantara Lamana Shudara Taralaba Vaidarash Sirimana Bara Chibidi Rigidilibi Riantara Labara Shudara Taralaba Riboro Torolo Seterianteria Rimana la Shudara Taralaba Ragal Karabala Rianteria Rimana la Dhurala Taralaba കർത്താവേ സ്തോത്രം ചെയ്യുന്നു. മാറാത്തവനെ ഞങ്ങളെ കൂടെയുള്ള കൃപയ്ക്കായി നന്ദി പറയും. മറക്കാത്തവനായി, മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നമ്മുടെ കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. മാറില്ലവൻ, മറക്കില്ലവൻ, മായങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മായങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മായങ്ങില്ലവൻ, ഉറങ്ങില്ല. ശബ്ദത്തെ ഉയർത്തി മാറില്ല, മായങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മാറാത്തവനെ കൂടെയുള്ള കൃപയ്ക്കായി നന്ദി പറയും. ഞങ്ങളുടെ സഹായമായി, നടത്തിപ്പായി, നല്ലൊരു വഴികാട്ടിയായി, അതിലുപരി നല്ലൊരു അപ്പനായി ഞങ്ങളെ കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയും. അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയും.
നിങ്ങളുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം. 43-ാം സങ്കീർത്തനം. എല്ലാവരും തിരുവചനത്തിൽ നിന്നെടുത്താട്ടെ. സങ്കീർത്തന പ്രബോധന സമയത്ത് ആരും ഇരിക്കരുത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളുടെ കരങ്ങളിലായിരിക്കുന്ന ബൈബിളിൽ നിന്നും സങ്കീർത്തനങ്ങൾ 43-ാം സങ്കീർത്തനങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് എടുത്താട്ടെ. നമുക്ക് വാക്യപ്രതിവാക്യമാക്കി വായിക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തി കെട്ടിയ ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്നതെന്ത്? എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രസാദ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോടെതിരെ മനുഷ്യർ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരെ നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് മനുഷ്യർ എതിരെ നിൽക്കുമ്പോഴോ, നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ള പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ, അല്ലെങ്കിൽ ലോകപരമായ കാര്യാദികളിൽ എല്ലാം നഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയം ആരിൽ നിന്ന് അകലുവാൻ ചാൻസ് ഉണ്ട്? ദൈവത്തിൽ നിന്ന് അകലുവാൻ ചാൻസ് ഉണ്ട്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയാണ്. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തി കെട്ട ജാതിയോടെ എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടിവിക്കണമേ. മനുഷ്യർ നമുക്കെതിരെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒറ്റപ്പെട്ടതുപോലെ, ലോകപരമായി നമ്മെ ആരും സഹായിക്കാനില്ലാത്തതുപോലെ, നമ്മുടെ ജീവിതം തകർന്നു പോയതുപോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ മനുഷ്യരാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൽ ജീവിക്കുന്ന ശുശ്രൂഷക്കാരോ അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തിന് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സങ്കടവും വിഷമവും വരാം. ആത്മാവിലൊരു വിഷമം വരാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ആരാധനയ്ക്ക് കടന്നു വന്ന സമയം വരെ, ആരാധനയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം വരെ എനിക്ക് ഭയങ്കരമായൊരു ദുഃഖമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ദുഃഖം വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ആ ഉണ്ടാകുന്ന സമയത്ത് പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ കുറവുകളെ സംസാരിക്കാറുണ്ട്. എനിക്ക് എന്നെ ശത്രുക്കളായി കണക്കുന്ന വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറവുകൾ എനിക്ക് വരുന്ന സമയത്തൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. മനുഷ്യർ ഇപ്പോൾ എതിരെ നിന്നാലും നമുക്ക് ദുഃഖമുണ്ടാകാം. നമുക്ക് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളും ദൈവവുമായിട്ടുള്ള അകൽച്ചയോ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അകൽച്ചയോ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം? ദുഃഖമുണ്ടാകാം. ഇതിനകത്ത് പറയുന്നു, ദൈവമേ, നീ എൻ്റെ ശരണമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടതുമുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് സങ്കീർത്തന പ്രമാണിക്ക് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് തോന്നും. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് ദുഃഖം വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദൈവം കൂടി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? ദൈവത്തിന് കൂടെ നമ്മെ വേണ്ടയോ? ദൈവം നമ്മെ തള്ളിക്കളഞ്ഞോ എന്ന് തോന്നാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. യഥാർത്ഥ ദൈവം നമ്മെ തള്ളിക്കളഞ്ഞതല്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രകാശവും സത്യവുമാകുന്ന തിരുവചനം വായിച്ച് ഗ്രഹിച്ച് കർത്താവുമാകുന്ന ഒരു വലിയ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയും കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. കിന്നരം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെന്നോ ആ രീതിയിൽ കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ മുഖപ്രസാദത്തിലേക്ക് നോക്കിയാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദേശത്തിനകത്ത്, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ലോകമോ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ചവരോ നിങ്ങൾ കൂടെ കൊണ്ട് നടന്നവരോ നിങ്ങളെ ചതിച്ചാലും പറ്റിച്ചാലും നിങ്ങളെ തകർത്താലും നിങ്ങൾക്ക് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും നിങ്ങൾക്ക് പലപ്പോഴും ചോദ്യമില്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ട സമയത്തായിരിക്കുമ്പോഴും നിങ്ങൾ ദൈവവുമായി ആത്മാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ എന്തു ചെയ്യും? ദൈവം നിങ്ങളോട്
സംസാരിക്കും. ദൈവം നിങ്ങളെ നടത്തും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. തന്നോടൊപ്പം നടക്കുന്നവരെ, തന്നോടൊപ്പം ഇരിക്കുന്നവരെ, തന്നോടൊപ്പം ആയിരിക്കുന്നവരെ ഈ നാളുകൾ കർത്താവ് തൻ്റെ ഹൃദയത്തെ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന സീസണിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവുമായി എത്രത്തോളം ആത്മാർത്ഥമായ ബന്ധമായിരിക്കുന്നു. ഈ ലോകത്തിലെ ബന്ധമല്ല, ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ല, ദൈവവും നിങ്ങളുമായ ഒരു ബന്ധത്തിൽ. ഈ ലോകം വിട്ടെടുക്കപ്പെട്ടാലും കർത്താവുമായി ഞാൻ ചേർന്ന് ജീവിക്കുമെന്നും കർത്താവിനോടൊപ്പം നടക്കുമെന്നും ആഗ്രഹിച്ച് ജീവിക്കുന്ന നിങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും പ്രയാസം വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരുമില്ല എന്ന് തോന്നിയാലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. താൻ ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ദൈവവുമായുള്ളൊരു വലിയ ബന്ധമുണ്ടാവട്ടെ. തുടർന്നുള്ള സമയത്ത് സൗമ്യ സഹോദരി മുന്നോട്ട് വന്ന് പ്രാർത്ഥനയും നമ്മെ ലീഡ് ചെയ്യും. സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങൾ ഓരോ മക്കളെയും കർത്താവ് കാത്തു പരിപാലിച്ചവരോർത്ത് സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇന്ന് വിശുദ്ധ പകൽക്കാലം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലോകത്താലും ഭാരതത്തിലെ അനേക മക്കൾ വീടുകളിൽ കഴിഞ്ഞ കർത്താവ് അവർക്കൊരു സമ്പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്നവർക്ക് നന്ദി പറഞ്ഞ കർത്താവിൻ്റെ പ്രവൃത്തിയാൽ നിറയ്ക്കപ്പെട്ടെന്നവർക്ക് നന്ദി പറഞ്ഞ കർത്താവേ, ഞങ്ങൾ അഭിഷേകത്തിന് ശൈത്യമായിട്ടെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനമായി നിൽക്കുമ്പോൾ ഒരു മൂർച്ചയുള്ള ഒരായുധം പോലെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ മഹത്വത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹപ്പെട്ട ആരാധനയായി കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഓരോ മക്കളെയും കർത്താവ് വ്യക്തിപരമായി സന്ദർശിക്കണമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ കുഞ്ഞുമക്കളെയും കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പോൾ ഇന്ന് 27 വീഞ്ഞുമാണല്ലോ കർത്താവേ. അപ്പോൾ ഓരോ മക്കളെ ശുദ്ധീകരിച്ച് കർത്താവ് ഓരോ മക്കളെയും കർത്താവ് പുതുതായി കർത്താവ് പ്രാപിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഏറ്റവും അനുഗ്രഹമായി കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മഹത്വത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെയ്യുന്നതിൽ ഓരോ മക്കളും കർത്താവെ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു മീറ്റിംഗായി കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥന കൂട്ടം അതൊരു ഏറ്റവും അനുഗ്രഹമേറിയ ഒരു പ്രാർത്ഥനാ കൂട്ടമായി കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആരും ഇനി അവസാനം വരെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 3 കിലോമീറ്റർ ചുറ്റളവിന് കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യത കർത്താവേ. അപ്പോൾ ഞങ്ങൾ സഭാഹാളത്ത് തരുന്നത് പോലെ കർത്താവേ എത്രയും വേഗം അത് സംഭവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഓലത്തെ ദേശത്ത് കർത്താവേ ഞങ്ങൾക്ക് ഉണർവിൽ കർത്താവേ ഞങ്ങൾ സഭയെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ മഹത്വത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം കർത്താവേ. അപ്പോൾ ഞങ്ങൾ അഭിഷേകത്തിനെ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓലത്തെ ദേശം കർത്താവ് ഞങ്ങൾ സഭയെ പിടിച്ചെടുക്കുവാൻ കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൻ്റെ മഹത്വത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൻ്റെ ഉപയോഗപാത്രമായി കർത്താവെ ഞങ്ങൾ അഭിഷേകത്തിനെ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അനേക രാജ്യങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കർത്താവെ ബലം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ മഹത്വത്തെ നിറയണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഓരോ മക്കളും വന്നതുപോലെ പോകാൻ കർത്താവ് അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേക ദേശങ്ങൾ കർത്താവെ അപ്പം പഠിപ്പിക്കുന്ന വിഷയം കർത്താവേ, വചനം കർത്താവേ, അനേക മക്കൾക്ക് വിളംബരം ചെയ്യാൻ കർത്താവ് എടുത്ത് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം കർത്താവേ. ലീഡർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ ദേശങ്ങൾ കർത്താവ് പിടിച്ചെടുക്കുവാൻ കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ മഹത്വത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവമേ ഹല്ലേലൂയ കർത്താവേ. സ്തുതിക്കുന്നപ്പോൾ ഇനിയുള്ള മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ എളിയവളെ നിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. പകൽക്കാലവും കർത്താവ് വലുത് നമ്മുടെ മധ്യത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകാൽ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ മീറ്റിങ്ങിൻ്റെ മേലും ദൈവിക അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും വെളിപ്പെടുന്നത് കണ്ടു. ബുധനാഴ്ച നടന്ന ലീഡേഴ്സ് മീറ്റിംഗ് ആകട്ടെ, വെള്ളിയാഴ്ച നടന്ന മുഴുരാത്രി പ്രാർത്ഥനയാവട്ടെ, ഇന്നലെ നടന്ന ഡെലിവറൻസ് മീറ്റിംഗ് ആകട്ടെ, കടന്നു വന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് തുടർന്നുള്ള സമയങ്ങളും സഭയെ വളർത്തുവാൻ, കർത്താവിന് വേണ്ടി രാജ്യങ്ങളെ കീഴടക്കുവാൻ, ദൈവരാജ്യം നമ്മൾ ചവിട്ടുന്ന സ്ഥലങ്ങളെല്ലാം വെളിപ്പെടുന്നതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് വലുത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പ്രത്യേകാൽ ഇന്ന് തിരുവത്താഴ ശുശ്രൂഷ ഉള്ള ദിവസമാണല്ലോ. ഇന്നായിരിക്കുന്ന നിങ്ങളെല്ലാം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു, അതേപോലെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നിങ്ങളെ നടത്തുന്ന വ്യക്തികളെ ഓർമ്മിക്കണം.
ഹല്ലേലൂയ. ഏതൊക്കെ കാര്യത്തിൽ ഓർമ്മിക്കണം? ഒന്ന്, ലോകപരമായ കാര്യത്തിൽ ഓർമ്മിക്കണം. നിങ്ങളെ നടത്തിയ ഒരുപാട് വ്യക്തികൾ കാണും അല്ലേ? നിങ്ങളെ ജീവിതത്തിലകത്തില്ലേ? ഉണ്ടോ? നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ സഹായിച്ച, നിങ്ങളെ നടത്തിയ, അല്ലെങ്കിൽ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന, നിങ്ങൾ നശിക്കണമെന്ന് വിചാരിക്കാത്ത വ്യക്തികളെ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നിങ്ങൾ നശിക്കണമെന്ന് വിചാരിച്ച വ്യക്തികളെ മറന്നു കളയണം. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ഓർമ്മിക്കേണ്ടവരെ മാത്രമേ ഓർമ്മിക്കാവൂ. മറ്റുള്ളവരെ ഓർമ്മിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ദേഷ്യവും സങ്കടവും പകയും വിഷമങ്ങളൊക്കെ ഉണ്ടാകൂലേ? ഉണ്ടാകുമോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യേശുവിനെ അറിഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നടത്തിയ വ്യക്തികളെ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കൊരു ഉയർച്ച വരുമ്പോൾ നിങ്ങളെ നടത്തിയ വ്യക്തികളെ മറക്കരുത്. നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്ന വ്യക്തികളെ മറക്കരുത്. ഇനി നിങ്ങൾക്ക് അവരെക്കാളും വലിയ സ്നേഹിതന്മാർ കിട്ടുമ്പോൾ നിങ്ങളെ നേരത്തെ സഹായിച്ച വ്യക്തികളെ ഒരു കാരണവശാലും മറന്നു കളയരുത്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, വളർത്തിക്കൊണ്ടുവന്നവരെന്ത് ചെയ്യും? തളർത്തിക്കളയും. ഹല്ലേലൂയ. അവർ വളർത്തിക്കൊണ്ടുവന്നതും അവരുടെ സാഹചര്യങ്ങൾ അവർക്കില്ലാത്തത് നിങ്ങൾക്ക് തന്നതും ഒരു കാലഘട്ടം വരെ നിങ്ങളെ നടത്തിയതും ഓർമ്മിച്ചില്ല എങ്കിൽ അവരുടെ ഉള്ളിൽ സങ്കടമുണ്ടാകും. എന്ത് സങ്കടമുണ്ടാകും? അവനെ ഞാൻ ഇത്രയും വളർത്തിയിട്ടും ഇത്രയൊക്കെ കൊണ്ട് നടന്നിട്ടും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവൻ അല്ലെങ്കിൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം അവരുടെ ഉള്ളിലുണ്ടാകുമ്പോൾ, അത് സത്യസന്ധമായ സങ്കടമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നൊരു ഹിതമല്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്നെ വളർത്തിക്കൊണ്ടുവന്ന ആരെങ്കിലും ഞാൻ മറന്നു കളഞ്ഞ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ച് എനിക്കൊന്ന് ഓർമ്മ നൽകണം. അവരോട് ചെന്ന് മാപ്പ് പറയാനാണെങ്കിൽ ഉറപ്പായും മാപ്പ് പറയുക. അല്ലാതെ സ്നേഹം വിട്ടുപോയതാണെങ്കിൽ സ്നേഹിക്കുക. കർത്താവ് നിങ്ങളെ അടുത്ത നിലയിലേക്ക് മാനിക്കുവാൻ അത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല മനുഷ്യർക്കും നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ സഹായിക്കുന്ന വ്യക്തികൾ കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ പ്രത്യേകത എന്താണ്? കറിയിൽ ആദ്യം എടുത്തിടും, ചെറിയ രുചിയും കാര്യങ്ങളും വയറിനുള്ള പ്രശ്നങ്ങളും മാറാനാണ്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പാവമല്ലേ, കറിവേപ്പിലയല്ലേ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോക്കറ്റിലെടുത്തിട്ടായിരിക്കും ഇല്ലേ? ഹല്ലേലൂയ. എടുത്തു കളയും. മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സഭയുടെ അകത്ത് സഹായം ചെയ്തവരും സഭയുടെ അകത്ത് നിലനിന്നവരും ആയ വ്യക്തികൾ ചിലപ്പോൾ സഭ വിട്ടു പോയവരായിരിക്കാം. ദേവദാസനായ എന്നെ അംഗീകരിക്കാത്ത വ്യക്തിയായിരിക്കാം, പിന്നെ മൈൻഡ് ചെയ്യാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ എവിടെ വെച്ച് കണ്ടാലും അവർ മിണ്ടുമെങ്കിൽ, ഞാൻ മിണ്ടാൻ ശ്രമിക്കാറുണ്ട്, മിണ്ടുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കരം കൊടുത്തെങ്കിലും സംസാരിച്ചിട്ടേ മടങ്ങിപ്പോരാറുള്ളൂ. ഹല്ലേലൂയ. അവരെ കാണാത്ത ഭാവം നടിക്കുകയോ അവരെ ഒഴിവാക്കുകയോ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്നവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഭയ്ക്കകത്തും ദൈവവചനത്തിനനുസരിച്ചും ഒക്കെ ചിലപ്പോൾ ജീവിച്ച് കാണും. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലും സാഹചര്യത്തിലും ചിലപ്പോൾ ഉയർച്ച വന്നതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് പഠിപ്പിക്കുന്ന വിഷയം അവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടിട്ട് അവർക്ക് മാനസാന്തരപ്പെടാൻ അവസ്ഥ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റാരോ വലിയ ആൾക്കാരെ കിട്ടിയത് കൊണ്ട് അവർ മാറിപ്പോയതായിരിക്കാം. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളും മറ്റുള്ളവരെ തള്ളിക്കളയരുത്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ തള്ളിക്കളയരുത്. നിങ്ങളെ വളർത്തിയവരെ എപ്പോഴും ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ഹല്ലേലൂയ. ചെയ്യുമോ? ആരൊക്കെ മറന്നുപോയിട്ടുണ്ട്? നമ്മളെല്ലാവരും ഒരാളെങ്കിലും മറന്നിട്ടുണ്ടായിരിക്കും. മറന്നിട്ടില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. മറന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഭയങ്കരമായിട്ടൊന്നും സ്നേഹിക്കേണ്ട. നിങ്ങൾക്കുള്ള, ഞാൻ പറയുന്ന സമ്പത്ത് കൊടുത്ത് സ്നേഹിക്കാനല്ല കേട്ടോ. സമ്പത്ത് കൊടുത്ത് ഒരിക്കലും സ്നേഹിക്കരുത്. സമ്പത്ത് കൊടുത്ത് സ്നേഹിച്ചാൽ അടുത്ത ശത്രു ആ വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ സമ്പത്ത് കൊടുത്ത് സ്നേഹിക്കുവാനല്ല പറയുന്നത്. അവരെ ഒന്ന് കരുതിക്കൊള്ളുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, നിങ്ങളെ കൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് മിണ്ടുന്നത്, ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഒരു ആശ്വാസമായി മാറും. നിങ്ങളൊരു തൊഴിൽ പഠിപ്പിച്ച വ്യക്തിയായിരിക്കാം. കുറേ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ നല്ല തൊഴിൽ ലഭിക്കുന്ന ഒരാളോട് പോയിട്ട് ആദ്യം തൊഴിൽ പഠിപ്പിച്ചവനെ കാണുമ്പോൾ ഒരു പുജ്ഞഭാവത്തോടെ തിരിഞ്ഞു പോകുന്ന വ്യക്തികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ചെയ്യരുത്. യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൽ നിങ്ങളാകെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ നടത്തിയ വ്യക്തികളെ
ഓർമ്മിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടുള്ളവർ പറയും വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നാൽ എന്ത് ചെയ്യും? പിന്നീടുള്ള വഴി നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വന്ന വഴി മറന്ന് ഏറ്റവും ലാസ്റ്റിൽ എന്ത് ചെയ്യും? അവസാനം എല്ലാവരും കൈ ഒഴിഞ്ഞ് ആരുമില്ലാത്ത അവസ്ഥയിലാകുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അവരൊക്കെ അന്നുണ്ടായിരുന്നത് പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിന്നൊരു ആശ്വാസം ലഭിച്ചേനെ. പക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ അവരെ കൈവിട്ട് കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് തിരിച്ചു വന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ല. ലോകത്തിൽ ജീവിച്ച സമയത്ത് നിങ്ങൾക്ക് ലോകപരമായ ബന്ധങ്ങളും സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു കാണും. പക്ഷേ ഇന്ന് ദൈവത്തിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുമായി ആ ബന്ധത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയില്ല. മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മദ്യപാനികളായ സുഹൃത്തുക്കൾ ഇന്നും കാണും. ലോകപരമായി ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നും ലോകപരമായി ജീവിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുപാടും കാണും. അവരെ ഒഴിവാക്കണ്ട, പക്ഷെ അവരുടെ സ്വഭാവത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു പണ്ട് നടത്തിയവരൊക്കെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ചെന്ന് 2 പെഗ് അടിച്ച് അവൻ്റെ കൂടെ കൂട്ടുകൂടിയെന്ന് ആരും വന്ന് തിരിച്ച് പറയരുത്. ഹല്ലേലൂയ. നിങ്ങളെ നടത്തിയ വിധങ്ങളെ, നിങ്ങളെ കൂടെ നിന്ന സ്നേഹിതന്മാരെ എല്ലാം സ്നേഹിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ തിരിച്ച് നിങ്ങൾ സ്നേഹിക്കണം. പക്ഷെ അവരുടെ സ്വഭാവത്തിലേക്ക് പോയി എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, താൻ ബർബരന്മാർക്ക് വേണ്ടി ബർബരനും താൻ ശകന്മാർക്ക് വേണ്ടി ശകനുമൊക്കെ ആയ കഥ ആര് പറയുന്നുണ്ട്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയിട്ടും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മേൽ കിടക്കുന്ന ദൈവ സാന്നിധ്യത്തെ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവൃത്തിയും പൗലോസ് അപ്പോസ്തലനിലൂടെ ഉണ്ടായില്ല. താൻ നാൾക്ക് നാൾ പരിശുദ്ധാത്മാവിനാൽ ജാതികളുടെ അപ്പോസ്തലനായി തന്നെ വളർന്നു വന്നതുപോലെ നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ പഴയ വ്യക്തികളെ മറക്കാത്തത് കാരണം അവർ നിങ്ങളെ കൂടുതൽ അറിയുകയും നിങ്ങളിലൂടെ യേശുവിനെ അറിയുവാൻ ഇടവരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതുപോലെ തന്നെ തിരുവചനത്തിനകത്ത് മറ്റൊരു വാക്കാണ് എബ്രായർക്കെതിരെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 13-ാം അധ്യായം 17-ഉം 18-ാം വാക്യം നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, എബ്രായർക്കെതിരെ ലേഖനം 13-ന്റെ 17-ഉം 18-ഉം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുവിൻ. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് വചനം പറഞ്ഞ് നിങ്ങളെ നടത്തിയവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. എവിടെ? സഭയ്ക്കകത്ത്. ഹല്ലേലൂയ. ലോകത്തിൽ എന്ത് ചെയ്യണം? നിങ്ങളെ നടത്തിയവരെ ഓർമ്മിക്കണം. സഭയ്ക്കകത്ത് എന്ത് ചെയ്യണം? നിങ്ങളെ വചനം പറഞ്ഞ് പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് വചനം പറഞ്ഞ് നടത്തുന്ന വ്യക്തിയുടെ മുന്നിൽ എന്ത് ചെയ്യണം? അനുസരണക്കേട് കാണിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ അനുസരണക്കേട് കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഇതിനകത്ത് വരുന്ന കാലഘട്ടം അത്രയും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് വരണ്ട എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിർത്താം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന സമയം അത്രയും ഇതിനകത്ത് വന്നിരുന്ന് ഉറങ്ങരുത്. ഇതിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർ ഡിസ്റ്റർബ് ആക്കരുത്. മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളിൽ നിന്ന് പ്രവൃത്തി വെളിപ്പെടരുത്. നിങ്ങൾ ദൈവവചനം കേട്ട് നിങ്ങളെ നടത്തുന്നവരെ പറയുന്നതനുസരിച്ച് നിങ്ങൾ നടക്കണം. കാരണം നിങ്ങളെ നടത്തുന്നത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ദൈവവുമായി കണക്ക് ബോധിപ്പിക്കണം. ഹല്ലേലൂയ. ഇതിനകത്തായിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ എന്താ പറയുക, ഇതിനകത്തായിരിക്കുന്ന അനീഷ് അല്ലെങ്കിൽ മനോജൻ, ഇതിനകത്തായിരിക്കുന്ന ഷാമുവൽ, ഇവരുടെ കാര്യങ്ങളെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടത് ആരാണ്? നടത്തുന്ന ഞാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ഉപദേശിച്ചില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഞാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ നടക്കുന്ന വഴികൾ ശരിയായ ക്രമത്തിൽ പോയില്ലെങ്കിൽ അതിന് അനുസരണയോടെ നടത്തിക്കൊണ്ട് വരേണ്ടത് ഞാനാണ്. കാരണം ഇതിനകത്ത് ഇടയനാക്കി നിർത്തിയിരിക്കുന്നത് എന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആടുകളാണ്. ആടുകൾ ഇടയൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്യണം? അനുസരണമുള്ളവരായി നടക്കണം. പക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? എൻ്റെ ഉള്ളിൽ ഞെരുക്കമുണ്ടാവും. കർത്താവേ, ഞാൻ ആ വ്യക്തിയോട് പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ സംസാരിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ടായാൽ അത് നിങ്ങൾക്ക് ദോഷമാകുമെന്നാണ് തിരുവചനം
പഠിപ്പിക്കുന്നത്. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുന്നുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് എന്തല്ല, നന്നല്ല. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുന്ന വ്യക്തിയെ അനുസരിച്ച് കീഴടങ്ങി നടക്കുമ്പോൾ അവർ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കും, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സഭയുടെ ഉള്ള ലീഡർമാർ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ ആ സ്തോത്രം നന്നായി വരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അനുസരിക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് ചെയ്യണം, അനുസരിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ലതാണോ, പൊട്ടയാണോ, ചീത്തയാണോ? നല്ലതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുന്ന ഞാൻ തിരുവചനം അനുസരിച്ച് പഠിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കെന്തല്ല, നന്നല്ല. ഇന്ന് നിങ്ങളുടെ മേൽ നിൽക്കുന്ന രോഗത്തിന് കാരണം ചിലപ്പോൾ അതായിരിക്കാം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അതായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാത്തതിന് കാരണം അതായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ച വരാത്തതിന് കാരണം അതായിരിക്കാം, നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ആത്മീയമായി വളരാത്തതിന് കാരണം അതായിരിക്കാം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് പിശാച് പുറത്തു പോകാത്തത്. ഇന്നും അവന് നിങ്ങളെ ബന്ധിക്കുന്നതിന് കാരണം അനുസരണക്കേടായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജാഗരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പുറപ്പാടിൽ മോശ 32-ാം അധ്യായം, പുറപ്പാട് 32-ാം അധ്യായത്തിൽ അതിൻ്റെ 31-ാം വാക്യത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. മോശയുടെ മുന്നിൽ വലിയൊരു പ്രതികൂലം വന്നു. മോശ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് തൻ്റെ ന്യായപ്രമാണം വാങ്ങിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ താഴെ എന്ത് ചെയ്തെന്നറിയാമോ? അഹരോനോട് പറഞ്ഞ് തങ്ങളുടെ ചെവിയിലും കയ്യിലൊക്കെ ഉണ്ടായിരുന്ന കുണുക്കുകളും സ്വർണങ്ങളും എടുത്ത് അവർ ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ നടത്തിക്കൊണ്ടുവന്ന ജനം എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ഹല്ലേലൂയ. നിങ്ങളോടല്ല ദൈവം പറയുന്നത്, എന്നോട് പറയും, നീ നടത്തിയ ജനം എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ഹല്ലേലൂയ. മോശ താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഇവിടെ ജനം വേറെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആഘോഷത്തോടെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമല്ലാത്തൊരു ആരാധന അതിനകത്ത് വെളിപ്പെട്ടപ്പോൾ മോശ കയ്യിലായിരുന്ന കൽപ്പലകയെ എറിഞ്ഞുടയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും തിരിച്ചു കയറിപ്പോവുകയും, അത് കുറേ പേർ ശാപഗ്രസ്തരായി, കുറേ പേർ മരിച്ചു, അങ്ങനെ തിരിച്ച് വീണ്ടും മടങ്ങിപ്പോയി ദൈവസന്നിധിയിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തിരിക്കുന്നു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടായിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. അതായത് ഇടിവിൽ നിൽക്കുകയാണ് മനുഷ്യൻ. ഹല്ലേലൂയ. കൊണ്ടുവന്ന 16 ലക്ഷത്തിൽ അല്ലെങ്കിൽ അതിനുപരിയായുള്ള ജനം താഴെ കാളക്കുട്ടി ഉണ്ടാക്കി ആഘോഷിച്ചത് മോശയെ കളഞ്ഞിട്ടാണ്. മോശ പറഞ്ഞത് അനുസരിക്കാതെ നടന്നിട്ടും ആ മനുഷ്യൻ തിരിച്ച് മടങ്ങിച്ചെന്ന് ദൈവസന്നിധിയിൽ പറയുന്ന വാക്കെന്താണ്? ഞാൻ കൊണ്ടുവന്ന ജനമാണ് ദൈവമേ, അവരെ നീയാണ് നയിച്ചത്, പക്ഷെ അവർ ഇപ്പോൾ തെറ്റിപ്പോയി, ഇനി അവരോട് നീ ക്ഷമിച്ചില്ല എങ്കിൽ എൻ്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം കണക്ക് കൊടുക്കേണ്ടവൻ മോശയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്ന ശുശ്രൂഷയല്ല ഇടയ ശുശ്രൂഷ, നിങ്ങളുടെ കളി വിളയാട്ടല്ല സഭ. ഹല്ലേലൂയ. പല സ്ഥലത്തായിരുന്ന നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ബന്ധനങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാറ്റി, നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റി കർത്താവ് ഈ സഭയ്ക്കകത്ത് നിങ്ങളെ നട്ടിരിക്കുമ്പോൾ, ഇടയനാകുന്ന എൻ്റെ കരത്തിലേക്ക് അതിനെ നൽകിയിരിക്കുമ്പോൾ, നിങ്ങളെ നേരായ വഴിയിൽ നടത്തേണ്ട ആവശ്യകത ആർക്കാണ്? എനിക്കാണ്. ഹല്ലേലൂയ. ഇതിനകത്തായിരിക്കുന്ന ലീഡർമാർക്കാണ്. കാരണം ആ ലീഡർമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഞാനാണ്. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ പകർച്ചയിലാണ് ലീഡർമാരെ ആക്കി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ലീഡർമാർ വെളിയിലിറങ്ങിയാലും സഭയ്ക്ക് പേര് ദോഷമുള്ള ഒരു കാര്യവും ചെയ്യരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അനുസരിക്കുന്നത് പോലെ അവരെയും അനുസരിക്കണം. വചനപ്രകാരമാണെങ്കിൽ, സഭയുടെ കാര്യമാണെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യണം? അനുസരിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ലീഡർമാർ പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ച വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ച വ്യക്തികൾ ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവവുമായൊരു ബന്ധത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുവാനാണ് നിങ്ങളെ സഭയിലകത്ത് കൊണ്ടുവന്നത്. ഇന്ന് മോശ നിൽക്കുന്നത് പോലെ ഇടിവിൽ നിൽക്കുവാൻ ഓപ്ഷനൊന്നും ഞങ്ങൾക്കില്ല. പുരോഹിതനായിട്ടല്ല എന്നെ നിർത്തിയിരിക്കുന്നത്, ഇടയനായിട്ടാണ്. നിങ്ങൾക്കും ദൈവവുമായി ഡയറക്റ്റ് ഒരു ബന്ധമുണ്ട്, എനിക്കും ദൈവവുമായൊരു ബന്ധം ഉണ്ട്. എങ്കിലും നിങ്ങളെ നടത്തുവാൻ നിങ്ങളുടെ മേൽ അധികാരത്തോടെ, അഭിഷേകത്തോടെ, ഇടയ ശുശ്രൂഷയോടെ എന്നെ നിർത്തിയിരിക്കുമ്പോൾ എനിക്ക് ധൈര്യമായി നിങ്ങളെ പഠിപ്പിക്കേണ്ട അവകാശവും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പഠിപ്പിക്കാതിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ നിങ്ങളോട് പറയാതിരുന്ന നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒത്തവണ്ണം നിങ്ങൾ എന്ത് ചെയ്യും? നടക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവൻ വേദനിക്കരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുന്ന എല്ലാ വിശുദ്ധന്മാരേക്കും എന്ത് ചെയ്യണം? നിങ്ങൾ സ്തോത്രം പറയണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള നിങ്ങളെ നടത്തുന്ന വ്യക്തികളെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാരണവശാലും നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം അത്രയും വിശുദ്ധന്മാരുമായി അകലരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നവർക്ക് എല്ലാവർക്കും വിശുദ്ധ വന്ദനം കൊടുക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടും ഓഹരിക്കാർ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്തിൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥമാക്കാതിരിക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലതെന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായി പറയുകയാണെങ്കിൽ ആരാധന നടത്തുന്നവർ ഇതിനകത്ത് വരുന്ന സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ എടുത്ത് ജീവിക്കണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന അതേ വാക്കിൽ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായി നിങ്ങളോട് പ്രസ്താവിക്കാം, ഇതിനകത്ത് വരുന്ന പൈസ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ദശാംശവും സ്തോത്ര കാഴ്ചയൊക്കെയും പല തവണ പല ഇടങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടിയും ഇതിനകത്തുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ള കാര്യാദികൾ സഭയുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് വരുന്ന നിങ്ങൾക്ക് ദശാംശം എന്ന് പറയുന്ന പദ്ധതി ദൈവം തന്നിരിക്കുന്നതാണ്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദശാംശം ആവശ്യമാണ്. ഇന്ന് ദശാംശമല്ല, പുതിയ നിയമയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത് ഓഹരിയാണ്. ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു അംശമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇനി ഓഹരിയല്ല, ദശാംശമല്ല, സ്തോത്രക്കാഴ്ച ഇതിനകത്ത് വന്നാലും കണക്കില്ലാതെ അത് ഞാൻ എടുത്താലും അതിനകത്തൊരു പ്രശ്നവും വരാനില്ല. പക്ഷേ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ എടുക്കുന്ന വ്യക്തിയും അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത് പറയുന്നതിന് കാരണം പലരുടെയും ഉള്ളിൽ കാണും, ഇതിനകത്ത് വരുന്ന പൈസ കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പൈസ കൊണ്ടല്ലേ ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പലരും ചിന്തിക്കും. നമ്മുടെ സഭയിനകത്ത് അങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, കേൾക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ പല ദൈവദാസന്മാരെക്കുറിച്ചും സഭകളിൽ പോകുന്ന വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്ര രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്, സഭയിൽ ദശാംശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് വച്ചിട്ടാണ് അയാൾ വളർന്നത്. ഇപ്പോൾ ഞങ്ങളെ വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കൊടുത്തതോടെ ആ ഫണ്ട് അവിടെയായി, ദൈവത്തിലായി. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദൈവദാസനെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുത്താൽ അത് ദൈവവും നിങ്ങളുമായുള്ള ബന്ധമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് സാമ്പത്തികം കൊണ്ടുവരുമ്പോഴും ഞാൻ ചോദിക്കാറുള്ള കാര്യമാണ്, എൻ്റെ കരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് ദൈവവേലയ്ക്ക് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ? എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ വലുതായിട്ട് ആരും തരാറുമില്ല. അതിനായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവേലയ്ക്കുള്ളതാണെങ്കിൽ ദൈവവേലയുടെ കാര്യത്തിൽ തന്നെ അത് ചെലവഴിക്കാറും ഉണ്ട്. ഹല്ലേലൂയ,
ഒരു കാരണവശാലും നിങ്ങൾ ഒരു സഭയിൽ പോകുന്ന ഒരു വ്യക്തി നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. എന്ത് പറഞ്ഞ് പഠിപ്പിക്കണം? ദശാംശം, ഓഹരിയും സ്വോത്രക്കാഴ്ചയും യഥാർത്ഥത്തിൽ ദൈവദാസന് എടുക്കുവാൻ പറ്റുന്ന ഫണ്ടാണ്. ആളെ എടുക്കുകയോ ആളെ കുടുംബത്തിന് വേണ്ടിയോ മറ്റെന്ത് ആവശ്യത്തിന് വേണ്ടി ചിലവാക്കിയാലും നിങ്ങൾ അറിയേണ്ട ആവശ്യകത അതിനകത്ത് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കൊടുക്കുന്ന പൈസ ദൈവത്തിൻ്റെ ദാസൻ എന്ന് വിചാരിച്ച് കൊടുക്കുന്നത് കൊണ്ട് ആ സാമ്പത്തികം അതോടെ ദൈവവും നിങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് നല്ല നിലത്ത് വിതയ്ക്കുന്ന വിത്തുകൾ എന്ത് ചെയ്യും? 30, 60, 100 മേനി വിളയുമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സാമ്പത്തികത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നടന്നാൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനയാണ് സാമ്പത്തികമായുള്ള കൊടുക്കലുകൾ. അത് ഞാൻ പല തവണ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ അതെടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കുക, നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ ആരുടെയും നിർബന്ധമല്ലാതെ ദൈവസന്നിധിയിൽ കൊടുക്കണം. നിർബന്ധത്താൽ അരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏറ്റവും നല്ലത് തന്നെ സഭയ്ക്കകത്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ മാനിച്ചു തുടങ്ങും. അങ്ങനെ മാനിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. 1 തീമോഥെയോസ് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പഠിപ്പിക്കുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യമായി എണ്ണുക. ഹല്ലേലൂയ. നന്നായി നിങ്ങളെ ഭരിക്കുന്ന മൂപ്പന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരാണെങ്കിൽ, ഉപദേശത്തിലും വചനത്തിലും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഒരു ശുശ്രൂഷയിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു ദേവദാസൻ, വെളിയിൽ നിന്ന് വന്ന ഒരു ദേവദാസൻ, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഈ വചനം സംസാരിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എന്താണെന്നറിയാം, എനിക്ക് കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവാം ദൈവം എനിക്കിങ്ങനെ തന്ന സ്ഥിതിക്ക് എനിക്ക് സംസാരിച്ചാലേ പറ്റുകയുള്ളൂ. അന്ന് അവിടെ വന്ന ഒരു ദൈവദാസൻ, നിങ്ങൾക്കൊക്കെ പേരറിയാമായിരിക്കും, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം അവിടെ ശുശ്രൂഷക്കാരനായിരിക്കുന്ന പാസ്റ്ററെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു AC എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു AC വാങ്ങിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് 1000 രൂപ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മാസം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1000 രൂപ ഇദ്ദേഹത്തിനും ചിലവിന് വേണ്ടി കൊടുത്തിട്ട് വേണം ചിലവഴിക്കാൻ. അതായത് എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു അതേപോലെ ഇയാളും ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നി. പക്ഷേ വേറൊരു കാര്യം, ഞാനത് എനിക്ക് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നു. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിൽ യോഗ്യമായി എണ്ണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. വചനത്തിനകത്തും ഉപദേശത്തിലും നിങ്ങൾ ഒരാളെ വഴി നടത്തുവാൻ ശ്രമിച്ചാൽ, സഭയെ വഴി നടത്തുവാൻ ശ്രമിച്ചാൽ, അവർ 10 പേരോട് നിങ്ങളെ കുറ്റം പറയും. അവർ മനസ്സാന്തരപ്പെടില്ല. എന്തു ചെയ്യും? 10 പേരോട് നിങ്ങളെക്കുറിച്ച് തെറ്റ് പറയും. ഹല്ലേലൂയ. 10 ഏറ്റവും കുറഞ്ഞ നമ്പരാണ്. പറ്റുമെങ്കിൽ ഒരു 25-30 പേരെടുത്തെങ്കിലും പോകും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയും, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് പറയും, നിങ്ങളുടെ സഭയെക്കുറിച്ച് പറയും, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയും. നിങ്ങൾ തന്നെ കൊള്ളൂലെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഉപദേശിച്ച്, നിങ്ങൾ വചനാടിസ്ഥാനത്തിൽ അവരെ ഉപദേശിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ സംഭവിച്ചു? കുത്തുകൊണ്ടു. ഇവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ച വരണമെങ്കിൽ നിങ്ങളെ ഉപദേശത്തിൽ നടത്തുന്ന ദൈവദാസന്മാരെ നിങ്ങൾ മാനിക്കുവാൻ പഠിക്കണം. 1 കൊരിന്ത്യർ, സാമ്പത്തികത്തിൽ മാത്രമല്ല കേട്ടോ മാന്യത കൊടുക്കേണ്ട. അവരുമായുള്ള ഇടപാടിൽ, അവരുമായുള്ള സംസാരത്തിൽ, അവരുമായുള്ള നടപ്പിലെല്ലാം എന്ത് ചെയ്യണം? മാന്യത കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലകത്ത്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്
ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ഹല്ലേലൂയ. അതിനകത്ത് പറയുന്ന 12-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ബഹുമാനത്തോടെ സ്നേഹത്തോടെ എന്ത് ചെയ്യണം? അവരെക്കുറിച്ച് വിചാരിക്കണം. ഹല്ലേലൂയ. അവർ ഉള്ളത് കൊണ്ടാണ്, ആ അഭിഷേകത്തിന് കീഴിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾക്കും ലോകത്തിനും മറ്റുള്ളതിനും ഇടപെടുവാൻ കഴിയാത്തെന്ന ബോധം നിങ്ങൾക്ക് എന്നുണ്ടാകുന്നോ അപ്പോൾ നിങ്ങൾ ആ അഭിഷേകമാകുന്ന കുടയ്ക്ക് കീഴിലാവും. ഹല്ലേലൂയ. നിങ്ങളെ ഉപദേശിക്കുന്ന, നിങ്ങളെ നടത്തുന്ന വ്യക്തിയെ നിങ്ങൾ മാനിച്ചു തുടങ്ങുമ്പോൾ ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സ്പിരിച്വൽ കവറേജ് ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ഉപദേശിക്കുക മാത്രമല്ല, അങ്ങനെ നടക്കുക മാത്രമല്ല, നിങ്ങളോട് നിങ്ങളുടെ ദൈവദാസനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ നടത്തുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞുകൂടാത്തവരെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ അവരെ ബുദ്ധി ഉപദേശിച്ച് എന്ത് ചെയ്യണം? നടത്തണം. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ തെറ്റോ ഈ സഭയിൽ വരുന്നവരുടെ തെറ്റോ പറയുമ്പോൾ കേട്ട് അത് കർണരസം പോലെ 10 പേരോടെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ബുദ്ധി ഉപദേശിച്ച് അവരെ നേരായ പാതയിൽ നടത്തുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിഹാസികളുടെ വഴിയിൽ നിങ്ങളും നിൽക്കും, അതിനകത്തുള്ള പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ദൈവം നിങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നിങ്ങളുടെ അഭിഷിക്തനെ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന അഭിഷിക്തനാകട്ടെ, ദൈവവേല ചെയ്യുന്ന അഭിഷിക്തന്മാരാകട്ടെ, അവരെക്കുറിച്ചുള്ള വീഡിയോകൾ, അവരെക്കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങൾ, അവരെക്കുറിച്ചുള്ള മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് അത് രസം പിടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്നെക്കുറിച്ച് എന്ത് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിൽ തിരിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറയണം. പക്ഷെ പലരും പറയില്ല. പറയാത്തതിന് കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞാലോ, ഞാനാണ് വന്ന് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാകില്ലേ? അപ്പോൾ എനിക്കൊരു സംശയം, അവരുടെ ചിലവിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സ്പിരിച്വൽ കവറിൽ നിന്നങ്ങ് പോവുകയാണ്. അവർ പണ്ടേ പോയി, അവർ ലോകത്തിലാണ്, അവർ ജഡീകന്മാരാണ്, അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർ കുറച്ച് ദിവസം സഭയിനകത്ത് കാണും, കുറച്ച് ദിവസം കഴിഞ്ഞ് സഭയിനകത്ത് വരില്ല. അവർക്ക് മടുത്തു തുടങ്ങി. ഹല്ലേലൂയ. അവർ ജഡത്തിലായതുകൊണ്ടാണ്, അവർക്ക് ഈ കവറേജിനകത്ത്, അഭിഷേകത്തിൻ്റെ കവറേജിനകത്ത് നിൽക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇറിറ്റേറ്റായി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരുടെ മേൽ നിൽക്കുന്ന പൈശാചിക സാന്നിധ്യം പോവുകയുമില്ല. അവരുടെ ജീവിതം അവർ തകർക്കുകയും മറ്റുള്ളവരുടെ ജീവിതം തകർക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സഭ കൂടെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? പൊളിക്കണമെന്ന് വിചാരിച്ച് അവർ ഭിന്നതയുടെ ആത്മാവിനോട്, അവർ ഇസബേലിൻ്റെ ആത്മാവോടെ ദൈവദാസനെയും സഭയും പൊളിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പാർട്ടിസിപ്പൻ്റ് ആവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് 1000 ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 1 രൂപയെങ്കിലും കൊടുത്ത് അതിനെ സഹായിക്കുന്നത് പോലെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളോട് അങ്ങനെ പറയുന്ന വ്യക്തികളോട് നിങ്ങൾ പറയണം, എനിക്കിത് കേൾക്കണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അതെന്നോ പറഞ്ഞു തുടങ്ങുന്ന അപ്പോഴേക്ക് നിങ്ങൾ കവറിങ്ങിനകത്താവും. ഹല്ലേലൂയ. അല്ല, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് ഡയറക്റ്റ് വന്ന് പറയണം. പറഞ്ഞിട്ട് പറയരുത്, മൈക്കിൽ പറയരുതെന്ന് പറയരുത്. ഞാൻ ഈ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ എന്തൊന്ന് പെരു ബലൂൺ പോലെ പൊട്ടാനാ? ഞാനത് തിരിച്ച് പറയണ്ടേ? എന്നല്ല അവർക്ക് മനസ്സിലാവും ഞാൻ മനസ്സിലാക്കിയെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നിങ്ങൾ സ്തുതിക്കുക. അതേപോലെ എന്ത് ചെയ്യണം? ദൈവദാസന്മാരെ നിങ്ങളും മാനിക്കുവാൻ പഠിക്കണം. ഇന്ന് നമ്മുടെ മൾട്ടിമീഡിയ ചാനലുകളൊക്കെ നോക്കിയാൽ ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളിലും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ദൈവദാസന്മാരെ പറയുമ്പോഴാണ്. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷ പറയുമ്പോഴാണ്. ഇത് കേൾക്കുകയും രസം പിടിക്കുകയും ചെയ്ത് അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിലുള്ള ഹെവൻലി റെവല്യൂഷൻ ചർച്ചിനകത്തുള്ള നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ പുതിയ ഒരു തലമുറയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ് കർത്താവ് നിങ്ങളാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.
അടുത്ത 2026 വചനം എനിക്ക് കർത്താവ് ഇന്നലെ തന്നു, 2 ദിവസം മുന്നേ തന്നു. കർത്താവ് പറഞ്ഞത്, ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞ് കർത്താവ് എടുത്തില്ലേ, ഇതിനകത്ത് പുതിയ തലമുറയായി നമ്മൾ ലീഡർമാർ മാത്രമല്ല, ഇതിനകത്ത് വരുന്ന വ്യക്തികളുമുണ്ട്. നിങ്ങൾ പുതിയ തലമുറയാണെങ്കിൽ ഈ വരാൻ പോകുന്ന 3 മാസം കൊണ്ട് അത് കർത്താവ് തെളിയിക്കും. ഹല്ലേലൂയ. ആ തെളിയിക്കണമെങ്കിൽ ആ സ്പിരിച്വൽ കവറിനകത്ത് നിന്ന് നിങ്ങളുടെ മേൽ വന്ന അഭിഷേകത്തെ വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കണം, ഒരു വ്യത്യസ്തനായി മാറണം. അപ്പോസ്തലന്മാർ നിന്നതുപോലെ, ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ നിന്നതുപോലെ, ആദിമ നൂറ്റാണ്ടിൽ ദൈവവേലയ്ക്ക് വേണ്ടി എരിവോടെ തീഷ്ണതയോടെ നിന്നതുപോലെ, എരിവോടെ തീഷ്ണതയോടെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതുപോലെ നിൽക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, വളരേണ്ട സഭകൾ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കർത്താവ് ചിലരെ മാനിക്കുവാൻ പോകുന്നു. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5-ാം വചനം പറയുന്നു, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവൻ. ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. ഇളയവർ എന്ത് ചെയ്യണം? മൂപ്പന്മാർക്ക് കീഴടങ്ങണം. ഇവരുടെ ഇളയവരെന്ന് പറയുന്നത് ഫസ്റ്റ് ശുശ്രൂഷയിൽ നിൽക്കുന്നവർ മൂപ്പന്മാരും തൊട്ട് താഴോട്ട് വരുന്നവർ ഇളയവന്മാരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ അഭിഷേകം, മൂപ്പന്മാർക്കുള്ള അഭിഷേകമുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? താഴെ ഉള്ളവർ അവരുടെ കീഴടങ്ങി നിൽക്കണം. ഇന്നത്തെ കാലഘട്ടം കീഴടങ്ങലിൻ്റെ കാലഘട്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷന്മാരുടെ മധ്യേ സ്ത്രീകൾ കീഴടങ്ങില്ല. ഭാര്യ പുരുഷൻ്റെ കീഴിൽ കീഴടങ്ങണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇപ്പോഴും സമത്വമാണ്. സമത്വം നല്ലതാണ്. കുടുംബത്തിനകത്ത് എപ്പോഴും എന്ത് വേണം? സമത്വം ഉണ്ടാകണം. പക്ഷേ ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിനെ കീഴടങ്ങി ജീവിക്കണം. ആ അഭിഷിക്തന്മാർക്ക് താഴെ ഉള്ളവർ, ശിഷ്യന്മാർ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്താ പറയണം? താഴോട്ടുള്ളവർ കീഴടങ്ങി ജീവിക്കണം. വിശ്വാസികളും ശിഷ്യന്മാരും ലീഡേഴ്സും എന്ത് ചെയ്യണം? കീഴടങ്ങി തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. എങ്കിലേ നമുക്ക് പറയുന്നത് അനുസരിക്കുവാൻ പറ്റൂ. മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്വയത്തിൽ നിൽക്കും. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഇന്നതാണ് എന്നുള്ള ലെവലിൽ നമ്മൾ നിൽക്കും. നമുക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിടത്തെല്ലാം കീഴടങ്ങി നിൽക്കണം. അത് സഭയ്ക്കകത്ത് മാത്രമല്ല, തിരുവചനം പറയുന്നു കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവിനും, അതുപോലെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് യജമാനന് നമ്മളും കീഴടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുതലാളിക്ക് എന്ത് ചെയ്യണം? നമ്മൾ കീഴടങ്ങി ജീവിക്കണം. എന്നാൽ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളകത്ത് പറയുന്നത് പോലെ, അത് 1-ാം വാക്യം തൊട്ട് വായിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആഴമേറിയ രീതിയിൽ മനസ്സിലാകും. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന ഭോഗയിച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട് യാചിക്കുക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടത് വല്ലാതെ യാചിക്കുന്നത് കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ സ്നേഹം എന്താണ്? നമ്മെ ലോകസ്നേഹമുള്ള ജഡീകനായി ജീവിക്കുന്ന, ഞാൻ ജഡീകനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ജഡീകനായി കർത്താവിനെ അറിയുകയും സ്നാനമെടുക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടതിന് പകരം ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ കർത്താവ് വിളിക്കുന്ന പേരാണ് വ്യഭിചാരികൾ. ഹല്ലേലൂയ. അത് പുറപ്പാടിലുണ്ട് കേട്ടോ. ലോകത്തിലോട്ട് പോകുമ്പോൾ, ലോകത്തിൻ്റെ മോഹലത്തിലേക്ക് പോകുമ്പോൾ വ്യഭിചാരികൾ എന്നാണ് വിളിക്കുന്നത്. അതായത് മണവാളന് വേണ്ടി കാത്തിരിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു? മറ്റൊരുവന് വേണ്ടി ശരീരം പങ്കിടുന്നവരായി കണക്കാക്കുന്നത്. പുരുഷനായാലും സ്ത്രീ ആയാലും കർത്താവ് വ്യഭിചാരികളെ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. ലോകമോഹം ദൈവത്തിന് എതിരാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ലോകമോഹത്തിലുള്ളവർ കൂടുതൽ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ലഭിക്കുകയില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ നടത്തുന്നവരെ കുറിച്ച് നിങ്ങൾ തെറ്റ് പറഞ്ഞുകൊണ്ടേ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തൊക്കെയാണ്, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഞാൻ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കുമ്പോൾ നിങ്ങളെ നേരായ പാതയിൽ നടത്തുന്നവരെന്ത് ചെയ്യും? ശത്രുത കാണിക്കും. നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്തു, വേണ്ടാത്തൊരു ബന്ധത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ലോകപരമായ ഒരു ചിന്തയിലേക്ക് പോയി. അപ്പനോ അമ്മ ഉപദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്? അവർക്ക് ജീവിതം, ആരുമില്ലേ ഇവിടെ? അപ്പനും അമ്മയൊന്നുമില്ലേ? ജീവിതം അറിയാം. എൻ്റെ മോനോട് ഞാൻ ഇപ്പം പഠിക്കാൻ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ പഠിക്കാത്തതിൻ്റെ ഗുണം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നന്നായിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചതാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളിന് ഒരു മാല, അന്നത്തെ കാലത്ത് കേട്ടോ, ഒരു സൈക്കിൾ, ഇത് ഇത്രയും പപ്പ സ്പോൺസർ ചെയ്തു. പക്ഷെ പ്രൈസ് കിട്ടിയത് എനിക്കാണ്. എനിക്ക് കിട്ടിയതോടെ പപ്പ റൂട്ട് മാറ്റി, ഇത് നിനക്ക് വാങ്ങിച്ച് തരൂലെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തീരുമാനമെടുത്ത് ഞാൻ പഠിക്കുന്നില്ല. ആർക്ക് പോയി? പപ്പയ്ക്കാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് അങ്ങനെയുള്ള പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ദൈവത്തെ അറിഞ്ഞതാണെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ജീവിക്കുമായിരുന്നു. പക്ഷെ എനിക്കന്നറിയില്ല. സൈക്കിളിന് വേണ്ടി പറഞ്ഞപ്പോൾ നീ പഠിച്ച് ജോലി കിട്ടിയിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. മാലയ്ക്ക് വേണ്ടി പറഞ്ഞപ്പം നിൻ്റെ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിലാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് മറ്റുള്ള ജനങ്ങളോട്, നിങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ മക്കളോട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് മാത്രം വേണം പറയാൻ. പറ്റാത്തത് എന്ത് ചെയ്യരുത്? പറയരുത്. ഹല്ലേലൂയ. അവരുടെ ജീവിതം നശിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ലോകബന്ധവുമായി ജീവിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾ ലോകബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. അതിൻ്റെ 5ാം വാക്യം പറയുന്നു, അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നു. അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നു, എന്നാൽ അവൻ അധിക കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവന് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്താകും? നിഗളിയായി മാറും. എന്നാൽ താഴ്മ ഉള്ളിടത്ത് എന്ത് ചെയ്യും? താഴ്മ പുറത്ത് വെള്ളം നിൽക്കും, അങ്ങനെ എന്താ ചൊല്ലില്ലേ? ഹല്ലേലൂയ. താഴ്മ ധരിക്കുന്നവനെ കർത്താവ് മാനിക്കും. 7, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. ദൈവവചനപ്രകാരം നിങ്ങളെ നടത്തുന്നവർക്ക് കീഴടങ്ങണം, ദൈവത്തിന് കീഴടങ്ങണം, ദൈവവചനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഇതെത്രയും ചെയ്താൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആരും ഓട്ടിക്കേണ്ട ആവശ്യകത ഇല്ല, തന്നെ അത് ഓടി പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്ത് വരും. പാപികളെ കൈകളെ വെടുപ്പാപ്പിൻ, മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അതിൻ്റെ 9ാം വാക്യം പറയുന്നു, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. 10 പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ താഴുന്നോ അത്രത്തോളം കർത്താവ് എന്ത് ചെയ്യും? നിങ്ങളെ ഉയർത്തും, മാനിക്കും. അതിൻ്റെ 11 പറയുന്നു, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. സഹോദരന്മാരെ അന്യോന്യം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. നിങ്ങളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാര്യമെങ്കിലും തിരിച്ച് പറഞ്ഞിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയല്ലേ? പറയൂലേ? അതാ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഊവ് ഇല്ല, ഊവ് ഇല്ല, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ പാസ്റ്റർ കൊള്ളൂല്ല, ഊവ് ഇങ്ങനെ പറയൂ. ഹല്ലേലൂയ. പാസ്റ്ററുടെ ഭാര്യ കൊള്ളൂല്ല, ഇല്ല, ഇങ്ങനെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ അവിടെയും വീഴും. ഹല്ലേലൂയ. അതെനിക്കറിയായിരുന്നടി, എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യം തന്നെ. ഇത്രയും പറഞ്ഞത് അപ്പോഴവരവിടെ നിന്ന് കുറച്ചുകൂടെ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരസ്പരം ദുഷിക്കരുത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യവും പറയരുത്, അറിയാവുന്ന കാര്യവും പറയാൻ പോകരുത്. ഹല്ലേലൂയ. ഈ ദുഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി വിവരിക്കുന്നില്ല. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഇന്ന് സഹോദരനായി നിൽക്കുന്ന, കർത്താവിൽ ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന
അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ദുഷിക്കുമ്പോൾ നിങ്ങൾ പലരെയും ദുഷിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ദോഷവും ചിലപ്പം വന്നു കാണില്ല. ചിലപ്പോൾ സത്യസന്ധമായി നിങ്ങൾ ദുഷിക്കുന്ന വ്യക്തിയിലായിരിക്കും പണി കിട്ടുന്നത്. ഹല്ലേലൂയ. സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി ആഴമേറിയ രീതിയിൽ നിൽക്കുന്ന വ്യക്തികളെ തൊടുമ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതുവരെ നിങ്ങൾ ദുഷിച്ചുകൊണ്ടിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ തിരിച്ചെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും ശിക്ഷിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനകത്ത് വരുന്ന സഹോദരന്മാരെ തമ്മിൽ വിധിക്കരുത്, സഹോദരിമാരെ തമ്മിൽ വിധിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ലീഡേഴ്സിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവരെ അനുസരണ പഠിപ്പിക്കുക, നിങ്ങൾ പറയുക ഇന്നത് ചെയ്യണം. ഹല്ലേലൂയ. അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളുടെ വസ്ത്രധാരണം ക്ലിയർ ആവണം, വാക്കുകൾ ക്ലിയർ ആവണം, പ്രവർത്തികൾ ക്ലിയർ ആവണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ സ്വർഗീയ പൗരന്മാരെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലെ കാര്യം നമുക്കൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഈ ലോകക്കാർക്കറിയാമോ സ്വർഗത്തിലുള്ള കാര്യം? നമുക്ക് മാത്രമല്ലേ അറിയാവൂ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോടൊപ്പം വേണം ചേർന്ന് നടക്കുവാൻ, ലോകമോഹങ്ങൾക്ക് പിന്നാലെ പോകരുത്, ഇതൊക്കെ നമുക്കറിയാം. ദേശത്തിനെ ലോകത്തിന് അറിയില്ല. അതേപോലെ ലോകക്കാർ നോക്കുന്നത് നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ നടപ്പാണ്. ഈ നടപ്പും വാക്കും പ്രവൃത്തിയും നിങ്ങൾ ക്ലിയർ ആയില്ല എങ്കിൽ ലോകക്കാർക്ക് യേശുവിൻ്റെ സ്നേഹം എങ്ങനെ മനസ്സിലാവും? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഒരു മകനോ മകളോ അമ്മയോ അപ്പനും പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിങ്ങളോട് ശത്രുത കാണിച്ചാലും നിങ്ങൾ യേശുവിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. അവരെ നമുക്ക് നന്നാക്കി ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അവർ ലോകക്കാരാണ്, ലോകത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരാണ്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചിലപ്പോൾ നേരായ പാതയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഴി പറയാതെ, ദുഷിക്കാതെ, നിങ്ങളെ നടത്തുന്നവർ പറയുന്നത് അനുസരിച്ച് നടക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ നിങ്ങൾ അപ്പനെയും അമ്മയും അനുസരിക്കുക, സഭയെ അനുസരിക്കുക. കർത്താവ് നിങ്ങളെ മാനിച്ചു തുടങ്ങും. ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അനുസരിക്കണം, അവരെ കരുതണം, അവരെ സ്നേഹിക്കണം. ദൈവം ദാസന്മാരെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, സഭയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ മേഖലകൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് കാണുന്ന തകർച്ചകളും മാറി നിങ്ങളെ കർത്താവ് മാനിച്ചു തുടങ്ങും. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.